ഗൗരി പരിണയം. രചന ശ്രീലക്ഷ്മി പൊന്നു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. നിന്റെ ഈ കത്തി ജ്വലിച്ച് നിൽക്കുന്ന സൗന്ദര്യം അതെനിക്ക് ആസ്വദിക്കാനുള്ളതാ. അത് ഞാൻ സ്വന്തമാക്കും. അവളുടെ മിഴികൾ നിറഞ്ഞു കണ്ടപ്പോൾ വീരഭദ്രൻ ഞെട്ടലോട് അവളിൽ നിന്ന് അകന്നു മാറി. എന്താണോ എന്തുപറ്റി? എന്തിനാ താൻ കരയുന്നത്? ഞാൻ തൊട്ടതനിക്ക് ഇഷ്ടമായില്ലേ? ഗൗരി ഏങ്ങലോട് അവന്റെ നെഞ്ചിലേക്ക് വീണു. അവൻ പരിഭ്രമത്തിൽ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തലയിൽ തഴുകി. എനിക്ക് പ്രവീണിനെ പേടിയാ കണ്ണേട്ട. അയാൾ ഇനിയും വരും. എന്നെ കണ്ണേട്ടൻ്റെ അടുത്തുനിന്ന് അയാൾ എന്നെ അകറ്റും. ഈ നശിച്ച സൗന്ദര്യം എൻ്റെ ശത്രു. ഇതിനു വേണ്ടിയല്ലേ പ്രവീണും സിദ്ധാർത്ഥും ഒക്കെ. അവളുടെ കരച്ചിൽ ഉച്ചത്തിലായി. അവളുടെ വിഷമം മനസ്സിലാക്കിയതുപോലെ വീരഭദ്രൻ അവളെ ചേർത്ത് പിടിച്ചു. ദേവി കരയല്ലേ, ആരും വരില്ല. ഈ ദേവനിൽ നിന്ന് അവൻ്റെ ദേവിയെ പിരിക്കാൻ ആർക്കും കഴിയില്ല. എൻ്റെ പെണ്ണിനെ കാവലായി ഈ വീരഭദ്രനുണ്ടാവും എന്നും. നീ ഇപ്പോൾ വെറും പാർവതിയല്ല, എൻ്റെ ഭാര്യയാണ്. എനിക്കു മാത്രം അവകാശപ്പെട്ട എൻ്റെ സ്വത്ത്. നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നവരാ. നിനക്ക് എന്നോടുള്ള സ്നേഹം ഞാൻ നേരത്തെ തിരിച്ചറിഞ്ഞ ഗൗരി. ആ സ്നേഹം മനസ്സിലാക്കിയതുകൊണ്ടാണ് നിന്റെ ശരീരത്തിൽ ഞാൻ തൊട്ടതും. ഗൗരി നിറഞ്ഞ കണ്ണുകളോടെ മുഖമുയർത്തി അവനെ നോക്കി. പെട്ടെന്ന് ഒരു ഉൾപ്രേരണയാൽ അവന്റെ മുഖം കൈക്കുമ്പിളിലെടുത്തു. നെറ്റിയിലും കണ്ണിലും കവിളുമായി അവൾ ചുംബനങ്ങൾ കൊണ്ട് മൂടി. വീരഭദ്രൻ ഷോക്കേറ്റ പോലെ തരിച്ചു നിന്നുപോയി. അവളുടെ ചുണ്ടുകളിലെ തണുപ്പ് ശരീരത്തിൽ നിറഞ്ഞതും അവനിലെ വികാരങ്ങൾക്ക് ചൂട് പിടിച്ചു തുടങ്ങിയിരുന്നു. അകന്നു മാറാൻ തുടങ്ങിയ ഗൗരിയെ പുറംകഴുത്തിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ ചുണ്ടുകളിലേക്ക് ആവേശത്തോടെ അവൻ ആഴ്ന്നിറങ്ങി. ഗൗരി ഞെട്ടലോടെ കുതിരാൻ നോക്കിയെങ്കിലും അവൻ ബലമായി അവളെ ചേർത്ത് പിടിച്ചു. ഗൗരിയുടെ കണ്ണുകൾ തുറിച്ചു വന്നു. പിന്നെ പതിയെ നിർവൃതിയോടെ അവൾ കണ്ണുകൾ അടച്ചു. ആദ്യ ചുംബനത്തിന്റെ ലഹരിയിൽ വിട്ടുമാറാൻ കഴിയാതെ അവൾ ചുംബിച്ചുകൊണ്ടിരുന്നു. പതിയെ അവന്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ അരിച്ചിറങ്ങി. അവളുടെ ആലില വയറിൽ അവന്റെ കൈകൾ അമർന്നപ്പോൾ ഗൗരി അവന്റെ ഷർട്ടിൽ ഒന്നുകൂടി അമർത്തി പിടിച്ചു. ആവേശത്തോടെ വീരഭദ്രൻ ഗൗരിയുമായി കട്ടിലേക്ക് മറിഞ്ഞു. കിതപ്പോടെ അവളിൽ നിന്ന് മുഖമുയർത്തി അവളിലേക്ക് അമർന്നു. കണ്ണുകളടച്ച് വശ്യതയോടെ കിടക്കുന്ന ഗൗരി അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവരുടെ ആത്തരങ്ങൾ പിന്നെയും കോർത്തപ്പോൾ അവന്റെ കൈകൾ അവളിട്ടിരിക്കുന്ന ഷർട്ട് അഴിച്ചു മാറ്റാനായി നീങ്ങി. കണ്ണേട്ടാ, കണ്ണേട്ടാ! കാർത്തുവിന്റെ ശബ്ദം കേട്ട് ഞെട്ടിലോടെ അവർ പിടഞ്ഞെഴുന്നേറ്റു. ഗൗരിക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ ചമ്മൽ തോന്നി. എന്താ എന്താ കാർത്തു? പതിരിക്കൊണ്ട് വീരഭദ്രൻ വിളിച്ചു ചോദിച്ചു. കഴിക്കാൻ വരുന്നില്ലേ? ഗൗരിയെ വിളിച്ചുകൊണ്ട് വരുമോ? വിപിൻ ചേട്ടൻ പോവാന്ന് പറഞ്ഞു. ശരി, വന്നേക്കാം, നീ പോയിക്കോ. വീരഭദ്രന്റെ മറുപടി കേട്ട് കാർത്തു താഴേക്ക് പോയി. കാർത്തു പോയെന്ന് മനസ്സിലായപ്പോൾ അവൻ ഗൗരിയുടെ നേർക്ക് തിരിഞ്ഞു. അവന്റെ വശ്യമായ നോട്ടം നേരിടാനാവാതെ നാണത്തോടെ ഗൗരി എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയതും വീരഭദ്രൻ അവളെ മടിയിലേക്ക് പിടിച്ചിരുത്തി. കഴിച്ചിട്ട് വേഗം മുറിയിലേക്ക് വരണം. ഇനിയും കാത്തിരിക്കാൻ എനിക്ക് വയ്യടോ. ഗൗരി കുറുമ്പോടെ അവനെ തള്ളി മാറ്റി എഴുന്നേറ്റു. വാഷളെ, താൻ ചെകുത്താനിടോ, കാമദേവനാ. കുസൃതി ചിരിയോടെ വാതിൽ തുറന്നോടുന്ന ഗൗരിയെ കണ്ട് പുഞ്ചിരിയോടെ അവനും പുറത്തേക്ക് ഇറങ്ങി. വീരഭദ്രൻ താഴേക്ക് വന്നപ്പോൾ വിപിൻ പോവാൻ ഇറങ്ങിയിരുന്നു. ബിബി, കഴിച്ചോടാ, നീ കഴിച്ചടാ, നിന്നെ കാത്തിരുന്നാ, നീ വന്നേ. വിപിൻ വീരഭദ്രനെ പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോയി. എന്താ മോനെ നിന്റെ മുഖത്തിൽ തെളിച്ചം? ഇന്ന് തന്നെ ആക്രാന്തം കാണിച്ചെന്റെ പെങ്ങളെ കൊല്ലോടാ നീ. വിപിൻ കുസൃതി ചിരിയോടെ ചോദിക്കുന്ന കേട്ട് വീരഭദ്രൻ കപടഗൗരവത്തിൽ അവനെ നോക്കി കണ്ണുരുട്ടി. ഒന്ന് പോടാ, ഞാൻ അവളൊന്നും ചെയ്തില്ല. അത് മനസ്സിലായി. താഴേക്ക് വന്നപ്പോൾ ഗൗരിയുടെ ചുണ്ടുപൊട്ടിരിക്കുന്നുണ്ട്. നീ പണി തുടങ്ങിയെന്ന് മനസ്സിലായി. കള്ളക്കാമുക നടക്കട്ടെ, പക്ഷെ അതിനെ കൊല്ലരുത് കേട്ടോ. ഒന്ന് പോടാ, അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ചത്താലും സമ്മതിക്കൂലല്ലേ? എന്നാ ശരി, ഇനി നാളെ കോളേജിൽ കാണാം. വിപിൻ യാത്ര പറഞ്ഞ് കാറിൽ കയറിപ്പോയി. വീരഭദ്രൻ അകത്തേക്കും കയറി. വിപിൻ കാർ ഒതുക്കിയിട്ടു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴാണ് ബാഗ് എടുക്കാത്ത കാര്യം ഓർത്തത്. കാറ് തുറന്ന് ബാഗ് എടുത്തപ്പോഴാണ് കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ബെല്ലടിച്ച്. ഒപ്പം പഠിച്ചൊരു കൂട്ടുകാരനായിരുന്നു ഫോണിൽ. ബാഗ് കാറിന്റെ മുകളിൽ വെച്ച് കാറിൽ ചാരിന്ന് അവൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. കാറിന്റെ സൈഡിലെന്തോ അനക്കം കേട്ട് വിപിൻ ഫോൺ മാറ്റി പിടിച്ച് അങ്ങോട്ട് നോക്കി. ആരെയും കാണാത്ത കൊണ്ട് അവൻ പിന്നെയും ഫോണിൽ സംസാരിച്ചു. എന്നാൽ അവന് പുറകിൽ ആരോ നിൽക്കുന്ന പോലെ തോന്നി. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. പുറകിൽ വെള്ളസാരി മുടുത്തി നിൽക്കുന്ന വൈദ്യുവിനെ കണ്ട് അന്തം വിട്ട് അവന്റെ കയ്യിലിരുന്ന ഫോൺ അറിയാതെ നിലത്തേക്ക് വീണു. വിപി ചേട്ടാ, ഇത് ഞാനാ, വൈദ്യു. ഞെട്ടി നിൽക്കുന്ന അവനെ വൈദ്യു ഒന്ന് കുലുക്കി നോക്കി. വൈദ്യു, ഞാനെന്താ ഇവിടെ? ഇത് വിപി ചേട്ടന്റെ വീടല്ലേ? വിപി തന്റെ വീട്ടിലേക്ക് നോക്കി. പെട്ടെന്ന് ബോധം വന്ന പോലെ വൈദ്യുവിനെ നേർക്ക് തിരിഞ്ഞു. ശരിയാ, ഇത് എന്റെ വീടാണല്ലോ. അല്ല, നീ എന്താ ഇവിടെ? ഞാൻ വെള്ളസാരി എടുത്തു വന്നപ്പോൾ വിപി ചേട്ടൻ കാറി കയറി. എന്നെ നോക്കിയേ പോലുമില്ല. പിന്നെ ഞാൻ ആരും കാണാൻ പുറകിലെ സീറ്റിൽ കയറി കുനിഞ്ഞിരുന്നു. കൂസലില്ലാതെയുള്ള അവളുടെ നിൽപ്പ് കണ്ട് വിപിക്ക് ദേഷ്യം വന്നു. നിന്നെ കാണാതെ അവിടെയുള്ളവരിപ്പോൾ വിഷമിച്ചിരിക്കായിരിക്കും. ഓരോ തോന്നിവാസം കാണിച്ചിരിക്കുന്നുണ്ടില്ലേ, അഹങ്കാരി. അവന്റെ ദേഷ്യം കണ്ട് വൈദ്യു തലവനിച്ച് നിന്നു. എന്നാടി ഒന്നും മിണ്ടാത്തെ? വാ, കാറി കയറി, ഇപ്പൊ തന്നെ കൊണ്ടാക്കാം. വിപി പറഞ്ഞു കേട്ട് വൈദ്യു തലയുയർത്തി അവനെ നോക്കി. കള്ളനോട്ടത്തിൽ നിന്നിട്ട് പെട്ടെന്ന് വീടിനകത്തേക്ക് അവൾ ഓടി. വൈദ്യു നിൽക്കാൻ, നിന്നെ ഞാനിന്ന് കൊല്ലുടി. വിപിൻ അവൾക്ക് പുറകെ അകത്തേക്ക് ഓടി. വൈദ്യു വന്നേ, വീട്ടിൽ പോവാം. ഞാൻ വരില്ല, വിപിൻ ചേട്ടൻ ഇഷ്ടമാണെന്ന് പറ, എന്ന് നമുക്ക് പോവാം.
വൈദ്യുതേ വെറുതെ തോന്നിയാസം പറയത് വന്നേ. ഇല്ല, എന്നോട് ഇഷ്ടമാണെന്ന് പറയാതെ ഇവിടുന്ന് ഒരു അടി ഞാൻ അലങ്ങൂല. വിപിൻ ദേഷ്യത്തോടെ അവിടെ അടുത്തേക്ക് വന്നു. മര്യാദക്ക് വരാനെന്ന് നിന്നോട് പറഞ്ഞു. നിനക്ക് തമാശിക്കാനുള്ള പാവയല്ല ഞാൻ. ഐ ലവ് യു വിപി ചേട്ടാ. ഈ വൈദ്യുവിന് ഒരുപാട് ഇഷ്ടം ഈ വാഷിനെ. വൈദ്യുവിന്റെ കവിളത്ത് ആഞ്ഞടിച്ചുകൊണ്ടായിരുന്നു വിപിൻ അതിന് മറുപടി കൊടുത്തത്. വൈദ്യു വേദനയോടെ കൈ കവിളത്തെ ചേർത്ത് വെച്ച് വിപിയെ നോക്കി. അവൻ ദേഷ്യം കൊണ്ട് വിറച്ച് നിൽക്കുകയായിരുന്നു. വൈദ്യുവിന് പെട്ടെന്ന് തലർങ്ങുന്ന പോലെ തോന്നി. നേരെ നിൽക്കാൻ ശ്രമിച്ചെങ്കിലും ബോധം മറിഞ്ഞ് അവൾ താഴേക്ക് വീഴാൻ തുടങ്ങിയതും വിപിന്റെ കൈകൾ അവളെ താങ്ങിയിരുന്നു. അവളെ സോഫയിലേക്ക് കിടത്തിക്കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ വിപിൻ ടെൻഷനോടെ ചുറ്റും നോക്കി. പുറത്തൊരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് വിപി ജനലുടെ കർട്ടൻ മാറ്റി പുറത്തേക്ക് നോക്കി. പുറത്ത് വണ്ടിയിൽ നിന്നിറങ്ങിയ നരേന്ദ്രനെയും ജോമോനെയും കണ്ട് വിപിൻ ഞെട്ടി. ഈശ്വര, ഇവന്മാരെന്താ ഇവിടെ? നരേന്ദ്രനും ജോമോനും പരസ്പരം എന്തോ സംസാരിച്ചിരിക്കുന്നുണ്ട്. വിപി പതിയെ കർട്ടൻ നേരെയാക്കി. മുൻവശത്തെ വാതിൽ ശബ്ദമുണ്ടാക്കാതെ ചാരിയതും നരേന്ദ്രൻ വാതിലേക്ക് നോക്കിയത് ഒരുമിച്ചായിരുന്നു. അവൻ പെട്ടെന്ന് കൈകൾ വലിച്ച് വാതിൽ അങ്ങനെ തന്നെ വെച്ചു. വാതിലിന്റെ വിടവിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ നരേന്ദ്രനും ജോമോനും വേറെ 3 ആൾക്കാരും വാതിലിന്റെ നേർക്ക് നടന്നു വരുന്ന കണ്ടു. വിപി പോക്കറ്റിൽ ഫോണിന് വേണ്ടി തപ്പി നോക്കി. ഫോൺ പുറത്താണല്ലോ, കാറിന്റെ അടുത്തല്ലേ വീണത്, എടുക്കാൻ മറന്നുപോയി. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു പോയി. ഇവളെ എന്നെയും കൂടി ഒരുമിച്ചിടെ കണ്ട പ്രശ്നമാണല്ലോ, എന്ത് ചെയ്യും? വിപി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ സോഫയിൽ കിടന്ന വൈദ്യുവിനെ തൂക്കിയെടുത്ത് അടുക്കള ഭാഗത്തേക്ക് പോയി. നരേന്ദ്രനും ജോമോനും ഹാളിലേക്ക് കയറി. അവൻ മുകളിൽ കാണും, നിങ്ങൾ പോയി പിടിച്ചോണ്ട് വാ. ദേവി പറഞ്ഞനുസരിച്ച് അവനോട് ഒറ്റക്കാ, അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നരേന്ദ്രൻ പറഞ്ഞുകൊണ്ട് ഹാളിലെ സോഫയിലേക്ക് ഇരുന്ന് കൂടെ വന്നവർ മുകളിലേക്ക് ധൃതിയിൽ കയറിപ്പോയി. ഈ സമയം തന്നെ വിപി അടുക്കള വാതിൽ കൂടി പുറത്തേക്ക് കടന്നു. വീടിന് സൈഡിലായി അച്ഛനെയും അമ്മയെ അടക്കം ചെയ്തിരിക്കുന്നതിനടുത്തായി വൈദ്യുവിനെ കിടത്തി. അവിടെ ഇരുന്നാൽ കാറി കിടക്കുന്ന സൈഡ് കാണാൻ പറ്റും. ഇതെന്താ വിപിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന്? ഞാൻ വിചാരിച്ചു ബെഡ്റൂമിലേക്കാ കൊണ്ടുപോകുന്നെന്ന്. വൈദ്യു ചോദിക്കുന്നതായിട്ട് വിപി അന്തം വിട്ട് അവൾ നോക്കി. അപ്പൊ നീ ബോധം കിട്ടില്ലേ? ഇല്ല, എന്നോട് സാധാപം തോന്നാൻ ബോധം കിട്ടാതായിട്ട് അഭിനയിച്ചതാ ഞാൻ. വിപി തലയിൽ കൈവച്ച് നിലത്തേക്കിരുന്നു. എന്റെ ഭാഗത്തും തെറ്റുണ്ട് വൈദ്യു. ബോധമില്ലാത്ത നീ ബോധം കിട്ടുന്ന ബോധമില്ലാതെ ഞാൻ ചിന്തിച്ചതാ, എന്റെ തെറ്റ്. വൈദ്യു ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ഈ വിപി ചേട്ടൻ്റെ ഒരു കാര്യം, ഈ രാത്രിയിൽ പുറത്തു വന്നിരുന്ന് പ്രാസം പറഞ്ഞ് കളിക്കുന്ന ഗൊച്ച് കള്ളൻ. വൈദ്യു വെറുതെ കളിക്കാതെ, പുറത്ത് മുഴുവൻ ഗുണ്ടകളാ. എങ്ങനെ രക്ഷപ്പെടുന്ന ആലോചിച്ച് തറവുഞ്ഞിരിക്കുമ്പോഴാ അവിടെ ഒരു കൊഞ്ചല്. വൈദ്യു പെട്ടെന്ന് അവന്റെ മുതുകിലേക്ക് തടവി നോക്കി. എന്താടി നിനക്ക്? വിപി ചേട്ടനല്ലേ പറഞ്ഞ് പുറത്തു മുഴുവൻ ഉണ്ടകളാണെന്ന്, അതുകൊണ്ട് ചോര വരുന്നുണ്ട് തപ്പി നോക്കിയതാ. വിപിക്ക് ഒരേ സമയം ദേഷ്യവും സഹതാപം അവളോട് തോന്നി. ബുദ്ധിയില്ലായ്മ ഒരു തെറ്റല്ലല്ലോ. വൈദ്യു കുറച്ച് സമയം പ്ലീസ് ആ വായൊന്ന് അടച്ചു വെക്കൂ. വൈദ്യു ചുണ്ടുകൂട്ടിക്കൊണ്ട് തിരിഞ്ഞിരുന്നു. അവളുടെ കയ്യിലെ കുപ്പിയോളകൾ കൂട്ടിമുട്ടിയുള്ള കലപിലെ ശബ്ദം അവിടെയെങ്കിലും നിറഞ്ഞിരുന്നു. അപ്പോഴേക്കും മഴയ്ക്ക് മുന്നോടിയായിട്ടുള്ള ഇടിയും മിന്നലും ഒക്കെ തുടങ്ങിയിരുന്നു. അതിന്റെ ബാക്കി പത്രം പോലെ കറണ്ടും പോയി. മുറിയിലൊന്നും ആരെയും കാണാഞ്ഞ് നരേന്ദ്രനും ജോമോനും പുറത്തേക്ക് ഇറങ്ങി. മുഴുവൻ ഇരുട്ടായതുകൊണ്ട് ജോമോൻ ഫോണിലെ ടോർച്ച് ഓണാക്കി ചുറ്റുപാടും വീക്ഷിച്ചു. അയ്യോ, കറണ്ട് പോയി, എനിക്ക് പേടിയാവുന്ന കേട്ടാ. വൈദ്യു ചിണുങ്ങിയതും വിപി പെട്ടെന്ന് അവിടെ വായ പൊത്തിപ്പിടിച്ചു. കനത്ത നിശബ്ദതയിൽ അവരുടെ ശ്വാസനിശ്വാസങ്ങളുടെ ശബ്ദം മാത്രം അവിടെ ആകെ നിറഞ്ഞു നിന്നു. മിന്നലിന്റെ വെളിച്ചത്തിൽ അവർ പരസ്പരം കണ്ടു. നരേന്ദ്രൻ കൂട്ടിനും കാറിന്റെ അടുത്തേക്ക് വന്നു നിന്നു. നരേന്ദ്രൻ വീടിന്റെ സൈഡിൽ നിന്ന് അനക്കം പോലെ തോന്നിയിട്ട് അവൻ ജോമോനെ തട്ടി വിളിച്ചു. അവിടെ നിന്ന് അനക്കം പോലെ തോന്നുന്നു, ഒരുപക്ഷെ നമ്മളെ കണ്ടിട്ട് അവനോട് ഒളിച്ചിരിക്കുന്നതായിരിക്കും. നരേന്ദ്രൻ പറഞ്ഞു കേട്ട് ജോമോൻ ആ സൈഡിലേക്ക് ടോർച്ചടിച്ച് ആകമാനം നിരീക്ഷിച്ചു. നോക്കി നോക്കി അവർ കാറിന്റെ സൈഡിലേക്ക് എത്തിയതു. ഒരു പെൺകുട്ടിയുടെ പൊട്ടിച്ചിരി അവിടെ ആകെ മുഴങ്ങി കേട്ടു. ജോമോൻ പെട്ടെന്ന് പേടിച്ച് നരേന്ദ്രന്റെ കൈകൾ തൂങ്ങി. ഗുണ്ടകളെ ഒരുത്തൻ മറ്റൊരു ഗുണ്ടയുടെ മേത്തോട്ട് ചാടിക്കേറി. മറ്റവൻ അവനെയും കൊണ്ട് നിലത്തേക്ക് വീണു. സാറേ, ഒരു പെൺകുട്ടിയുടെ പൊട്ടിച്ചിരിയല്ല കേൾക്കുന്നു. 12 മണിയാകുമ്പോൾ പ്രേതം ഇറങ്ങുന്ന സമയ, എനിക്ക് പേടിയാവുന്നു. ജോമോ പറഞ്ഞിട്ട് നരേന്ദ്ര അവന്റെ തോളത്തട്ടി ആശ്വസിപ്പിച്ചു. ഭയം മനസ്സിനെ കീഴടക്കിയെങ്കിലും ധൈര്യം സംഭരിച്ച് നരേന്ദ്രൻ മുന്നോട്ട് നടന്നു. വൈദ്യു ദേഷ്യത്തിൽ വിപിയുടെ കൈകൾ പിടിച്ചു മാറ്റി അവന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു. ഏത് പെണ്ണാടോ അവിടെ ചിരിക്കുന്നത്? ഏത് പെണ്ണിനാടോ താൻ വീട്ടിനകത്ത് രസമായിട്ട് താമസിച്ചിരിക്കുന്നത്? എന്റെ സ്വപ്നങ്ങൾ, എന്റെ മോഹങ്ങൾ, എന്റെ കിനാവുകൾ എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളഞ്ഞില്ലേടാ സാമദ്രോഹി. അയ്യോന്റെ കഴുത്ത്, അതെന്റെ ഫോണിന്റെ റിംഗ് ടോൺ ആടി. ഒരു വെറൈറ്റിക്ക് പ്രേതം പൊട്ടിച്ചിരിക്കുന്ന റിംഗ് ടോൺ ഇട്ടതാ. ഫോൺ നേരത്തെ കാറിന്റെ സൈഡിൽ വീണതാ, എടുക്കാൻ മറന്നുപോയതാടി. വൈദ്യു അവന്റെ കഴുത്തിലെ പിടിവിട്ട് നേരെയിരുന്നു. എന്നാലും ഇങ്ങനെയൊക്കെ ആരെങ്കിലും റിംഗ് ടോൺ ഇടുവോ? പറ്റിപ്പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെയും ചിരിയായിട്ട് ഗുണ്ടകൾ 3 പേരും പേടിച്ച് പറിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് നിന്നു. നീ പാടുന്നാണോ ജോമോനെ? അല്ല സാറേ,
സാറ് എന്ന് വിളിച്ചപ്പോൾ പേടി കാരണം സായിപ്പോയതാ. അത് പിന്നെ ഒരു വളക്കിലേക്കും കേൾക്കുന്നില്ലേ, ഒരടക്കി പിടിച്ച വർത്താനവും. നീ പേടിക്കാതെ വാ ജോമോനെ, ഞാനില്ലേ കൂടെ. എനിക്കൊരു പ്രയത്നം പേടിയില്ല, ഞാൻ ഭയങ്കര ധൈര്യശാലിയാ. വാ. നരേന്ദ്രൻ പറഞ്ഞുകൊണ്ട് ഗമയോടെ മുന്നോട്ട് നടന്നു. അവരൊക്കെ ആരൊക്കെയാണെന്നറിയോ? അവരിതിന് ടോർച്ചടിച്ച് ഇങ്ങോട്ട് വരുന്നു. വിഭിച്ചേട്ടൻ ഇവിടെ ഒളിച്ചിരിക്കുന്നു. ഇനി ഒളിച്ചു കളിക്കുന്നതാണോ നിങ്ങള്? വൈദുവിന്റെ ചോദ്യങ്ങൾ കേട്ട് വിപിൻ വാപൊളിച്ചു. ഏഷ്യാനിലെ സീരിയലിന്റെ പ്രൊമോ വിളിക്കാൻ നീ മിണ്ടായിരുന്ന വൈദു, അവര് നമ്മുടെ അടുത്തെത്താറായി. പെട്ടെന്ന് ജോമോൻ നരേന്ദ്രന്റെ കയ്യിൽ പിടിച്ചിരുത്തിയപ്പോൾ നരേന്ദ്രൻ ചോദ്യപാതിൽ ജോമോനെ നോക്കി. സർ, പിന്നെയും വർത്താനം കേൾക്കുന്നുണ്ട്, പോണോ? നീ വന്നേ ജോമോനെ, ഈ പ്രേതം ഭൂതമൊന്നുമില്ലടാ, ഇതൊക്കെ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ. നീ കണ്ടോ എന്റെ ധൈര്യം? നരേന്ദ്രന്റെ കൈ വിടുവിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. പേടിച്ചു പറിച്ച് പുറകെ ജോമോനും ഗുണ്ടകളും. അവർ അസ്ഥിത്തറയുടെ അടുത്തെത്തിയതും കണ്ടുപിടിച്ചേ, ഇനി നിങ്ങൾ വിളിക്ക്, ഞാനും വിഭിച്ചേട്ടനെ കൂടി കണ്ടുപിടിക്കാം. മിന്നലിന്റെ വെളിച്ചത്തിൽ വെളുത്ത സാരി എടുത്ത് പാറിപ്പറന്ന മുടിയുമായി കൈകൊട്ടിച്ചിരിക്കുന്ന വൈദ്യുവിനെ കണ്ട് നരേന്ദ്രൻ ഒഴിച്ച് ജോമോനും കൂട്ടിനും നാലുപാടും ചിതറി ഓടി. ഗുണ്ടകൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന പോലെ ആദ്യം തന്നെ ഗേറ്റ് കടന്നു. ജോമോൻ ഓടിയപ്പോൾ പലയിടത്തും തട്ടി വീണെങ്കിലും പേടിയോടെ പിടഞ്ഞെണീറ്റ് കഴിയാവുന്നത്രയും വേഗത്തിൽ പുറത്തു കടന്ന് പഞ്ചായത്ത് വിട്ടു. നരേന്ദ്രൻ മാത്രം അനങ്ങാതെ നിൽക്കുകയാണ്. അവരൊന്ന് കണ്ണ് ചിമ്മിയത് പോലുമില്ല. വിപി പിടിച്ചു വലിച്ചെങ്കിലും വൈദ്യവന്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് നരേന്ദ്രന്റെ അടുത്തേക്ക് നടന്നു. ഇടയ്ക്കിടെയുള്ള മിന്നലിന്റെ വെളിച്ചത്തിൽ അവന്റെ മുഖത്തേക്ക് സൂക്ഷ്മമായി നോക്കി. ആളെ മനസ്സിലായപ്പോൾ അവളുടെ മുഖം വിടർന്നു. ആഹാ, നരേന്ദ്ര സാറായിരുന്നോ? സാറാണ് ഈ രാത്രി ഒളിച്ചടിക്കാൻ വന്ന്. സാറ് വരൂ, വിഭിച്ചേട്ടൻ ഇവിടെ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞിട്ട് അനങ്ങാൻ നിൽക്കുന്ന നരേന്ദ്രനെ അവൾ സംശയത്തോടൊന്ന് തൊട്ട് നോക്കി. എനിക്ക് ധൈര്യമുണ്ട് കർത്താവേ, സ്തോത്രം. അവൾ തൊട്ടതും അവൻ ബോധം കെട്ട് പുറകിലേക്ക് മറിഞ്ഞു. ഗൗരി മുറിയിലേക്ക് കയറിയതും പുറകിൽ കൂടി വീരഭദ്രന്റെ കൈകൾ അവളെ വരിഞ്ഞു മുറുക്കി. എന്താ ദേവി വയ്യത്? എത്ര നേരം ഞാൻ കാത്തിരിക്കുന്നു. അവൻ കൊഞ്ചലോട് അവളുടെ പിൻകഴുത്തിലേക്ക് മുഖമൊരുസി. ഗൗരി ഒരു പിടച്ചിലോട് അവളിട്ടിരുന്ന ലോങ് സ്കേർട്ടിൽ മുറുകെ പിടിച്ചു. അവനവളെ തന്റെ നേർക്ക് തിരിച്ചു നിർത്തിയിട്ട് നാണം കൊണ്ട് കുനിഞ്ഞിരിക്കുന്ന അവളുടെ മുഖം തെല്ലെന്നുയർത്തി. അവളുടെ മുഖം ചുവന്ന് തുടുത്തിരുന്നു. അവളുടെ കണ്ണുകളിലെ പിടച്ചിൽ കണ്ട് അവന്റെ ഹൃദയം അതിവേഗം മിടിച്ചുകൊണ്ടിരുന്നു. വീരഭദ്രൻ കട്ടിലേക്കിരുന്ന് ഗൗരിയെ പിടിച്ച് അവന്റെ മടിയിലേക്ക് ഇരുത്തി. നാണം കൊണ്ട് ചുവന്ന അവളുടെ കവിളിൽ അവൻ ചെറുതായി കടിച്ചു. വേദനിച്ചപ്പോൾ അവൾ കണ്ണുകൂർപ്പിച്ച് പരിഭവത്തോടെ അവനെ നോക്കി. ഇങ്ങനെ നോക്കല്ലേ പെണ്ണേ, ഞാൻ നിന്നെ അങ്ങ് കടിച്ച് തിന്നുവേ. ഗൗരി ചുണ്ടിൽ വിരിഞ്ഞ നാണത്തിന്റെ പുഞ്ചിരി ഒളിപ്പിക്കാനായി മുഖം പൊത്തി. ദേവി, എന്നിൽ നിന്ന് നീ ഒളിപ്പിച്ച് വെക്കരുത്. നിന്നെ നമുക്കൊന്നാവണം എല്ലാ അർത്ഥത്തിലും. നിന്നെ ഇനിയും പിരിഞ്ഞിരുന്ന വീരഭദ്രൻ തകർന്നു പോവും. ഗൗരി മുഖത്തുനിന്ന് കൈകൾ മാറ്റി അവനെ ചോദ്യഭാവത്തിൽ നോക്കി. ദേവി, എനിക്ക് പേടി ആൽബിയെ. എന്താ കണ്ണേട്ടാ, എന്താ കാര്യം? കണ്ണേട്ട ആൽബിയെ പേടിക്കണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ കാരണമുണ്ട്. എന്താ അത്? വീരഭദ്രൻ അവളുടെ നെറുകിൽ തലോടി. വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിൽ ചുണ്ടിയേർത്തു. ഒന്നുമില്ലടോ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമില്ല. അത് സംസാരിച്ച് നമ്മുടെ മൂഡ് കളയണ്ട. അവളെ തന്നിലേക്ക് ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു കേട്ട് ഗൗരി മുഖം ചുളിച്ച് അവനെ നോക്കി. നീ നോക്കണ്ട, എനിക്ക് ഇന്ന് തന്നെ നിന്നെ വേണം. അത്രയും ആഗ്രഹിച്ചിരിക്കാൻ ഞാൻ. നേരത്തെ കാർത്തുവന്ന് വിളിച്ചുകൊണ്ടൊന്നും നടന്നില്ല. അതുകൊണ്ട് ഇനി ആര് വിളിച്ചാലും നമ്മൾ പ്രതികരിക്കില്ല. പറഞ്ഞു മനസ്സിലായ എൻ്റെ ദേവിക്ക്? അവളുടെ താടിയിൽ പിടിച്ചവൻ കുസൃതിയോടെ ചോദിച്ചു കേട്ട് ഗൗരിയിൽ വീണ്ടും നാണത്തിന്റെ ചുവപ്പ് രാശി പടർന്നു. അവന്റെ മിഴികൾ അവളുടെ മുഖത്ത് പരതി നടന്നു. അവളുടെ ചുവന്ന ചുണ്ടുകളിൽ കണ്ണുകൾ തടഞ്ഞതും അവന്റെ മുഖം ഇടർന്നു. അവൻ മേലെ അവളുടെ ചുണ്ടുകൾ കവർന്ന് നുകരാൻ തുടങ്ങി. ഗൗരി കണ്ണുകൾ അടച്ച് അവന്റെ പ്രണയം ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നു. അവന്റെ ആവേശം കൂടിയപ്പോൾ ഗൗരി പിടച്ചിലോട് അവന്റെ തലമുടിയിൽ കൈകുരുത്തു. അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ച് അവനവളെ കട്ടിലേക്ക് കിടത്തിയതും വീരഭദ്രന്റെ ഫോൺ അടിച്ചു. വീരഭദ്രൻ നിരാശയോടെ ടേബിളിരുന്ന ഫോണിലേക്ക് നോക്കുന്നുണ്ട്. ഗൗരിക്ക് ചിരി വന്നു. ഓടി ചിരിക്കാതെ, ആരാണ് നോക്കിയിട്ട് വരട്ടെ, നിന്നെ ഞാൻ ശരിയാക്കുന്നുണ്ട്. കുസൃതിയോടെ പറഞ്ഞുകൊണ്ട് അവൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഫോൺ എടുക്കാനായി പോയി. ഗൗരി കട്ടിൽ എഴുന്നേറ്റിരുന്ന് അവനെ നോക്കി. എന്താണ് പുലെ പാതിരാത്രി വിളിക്കുന്നത്? എന്നാൽ മറുവശത്ത് നിന്ന് വിപിൻ പറയുന്നേട്ട് വീരഭദ്രന്റെ മുഖം വലിഞ്ഞു മുറുകി. ഫോൺ വലിച്ചെറിഞ്ഞ് അവൻ കാറിന്റെ കീമെടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ഗൗരി അവനെ തടഞ്ഞു. എന്താ കണ്ണേട്ടാ, ഈ പാതിരാത്രി എവിടെ പോവാ? അവളില്ലേ വൈദു, വിപിന്റെ കാറിൽ കയറി ഒളിച്ചിരുന്നെന്ന്. ആ വീട്ടിലെത്തിയപ്പോഴാണ് കണ്ട്. ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം. വിഷ്ണുവിനോട് നീ തൽക്കാലം പറയണ്ട, അവൻ ചിലപ്പോൾ വിപിയെ തെറ്റിദ്ധരിച്ചാലോ. ഗൗരി അന്തം വിട്ട് നിന്നു. പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ അവന്റെ കയ്യിൽ പിടിച്ചു. ഞാനും കൂടി വരാൻ കണ്ണേട്ടാ. വിപിൻ പറഞ്ഞ കഥകൾ കേട്ട് വീരഭദ്രനും ഗൗരി ഞെട്ടി നിൽക്കുകയാണ്. വൈദുവിനോട് ഒരേ സമയം ദേഷ്യവും സ്നേഹവും തോന്നിയവർക്ക് അവളുണ്ടായിരുന്നു കൊണ്ട് മാത്രമാണ് വിപിൻ രക്ഷപ്പെട്ടെന്ന് അവർക്ക് മനസ്സിലായിരുന്നു. എനിക്ക് ഈ വിപിച്ചേട്ടന് ഇഷ്ടമാണ് ഗൗരി ചേച്ചി. അത് പറഞ്ഞപ്പോൾ ഈ വിപിച്ചേട്ടൻ എന്നെ അടിച്ചു. വൈദു പരിഭവത്തോടെ പറയുന്ന കേട്ട് വീരഭദ്രൻ അതിശയത്തോടെ വിപിയെ നോക്കി. പക്ഷെ അവന്റെ മുഖത്ത് അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞതിനൊരു സന്തോഷമില്ലായിരുന്നു. വൈദു, ആ കാര്യമൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. വിപിക്ക് ആലോചിക്കാൻ കുറേ സമയം നീ കൊടുക്കണം.
അതൊരു വിചാരണ നീ ശല്യം ചെയ്യരുത്. ഗൗരി ശാസിനിയോടെ പറഞ്ഞു കേട്ട് വൈദു മനസ്സിലാ മനസ്സോടെ ശരിയെന്ന അർത്ഥത്തിൽ തലകുലുക്കി. ഈ കാര്യം നമ്മൾ 4 പേര് മാത്രം അറിഞ്ഞാൽ മതി. പറഞ്ഞു മനസ്സിലായ വൈദുവിന്? വീരഭദ്രൻ ഗൗരവത്തോടെ ചോദിച്ചു കേട്ട് അവൾ അതേന്ന് തലകുലുക്കി. ദേവി, നീ വൈദുവിനെ കൊണ്ട് കാറി പോയിരിക്കും, ഞാൻ പോരാ. ഗൗരി വൈദുവിനെയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. വീരഭദ്രൻ വിപിയുടെ അടുത്തേക്ക് വന്നിരുന്നു. വിപി, നിനക്ക് വൈദുവിനെ ഇഷ്ടമല്ലേ? അന്ന് അവൾ നിന്നെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടാണോ? വിപിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ വീരഭദ്രനെ നോക്കി വാടിയ പുഞ്ചി നൽകിക്കൊണ്ട് സോഫയിലേക്ക് ചാരിയിരുന്നു. അവൾക്ക് ഞാൻ ചേരില്ല കണ്ണ. അവളുടെ ഫാമിലിയൊക്കെ നല്ലതാ. ഒരു കുടുംബം പോലും ഇല്ലാത്ത തന്നെ അവർ ആട്ടി ഓടിക്കും. അതാണ് നിന്റെ പ്രശ്നം? അതൊരു വലിയ പ്രശ്നമല്ലേ കണ്ണ. സാരമല്ല, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചോളാം. വൈകണ്ട, നീ പോയിക്കോ, അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത പോലെ വിപി എഴുന്നേറ്റു. വീരഭദ്രൻ അവൻ്റെ തോളിലും തട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.